അഷ്റഫുൽ ഖൽഖായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റമളാനിന്റെ അവസാന സമയങ്ങളിലെത്തിയാൽ സുബ്ഹാനല്ലാഹ് റമളാനിന്റെ അവസാന ദിവസങ്ങളെത്തിയാൽ അവസാനത്തെ പത്തെത്തിയാൽ ഹബീബായ തങ്ങള് തന്റെ മുണ്ടേ ഒന്ന് മുറുക്കി ഒടുക്കുമായിരുന്നുവത്രേ. ഹബീബായ തങ്ങളെ അവസാനത്തെ പത്തിന് വേണ്ടി പ്രത്യേകമായി ഒരുങ്ങുമായിരുന്നുവത്രേ. അവസാനത്തെ പത്ത് അതേ പർച്ചേസിന്റെ പത്തല്ല, അവസാനത്തെ പത്ത് ഷോപ്പിങ്ങിന്റെ പത്തല്ല, അവസാനത്തെ പത്ത് അതേ ഇബാദത്തിന്റെ പത്താണ് കേട്ടോ. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട പത്താണ്. അതേ അവസാനത്തെ പത്ത് ഇത്ഖും മിനന്നാർ, നരകമോചനം നൽകുന്ന പത്താണ്. അതുകൊണ്ട് ആ പവിത്രമായ ദിവസങ്ങളിൽ അല്ലാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിരവധി തവണ റബ്ബിനോട് ചോദിക്കണം, യാ അല്ലാഹ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. അവസാനത്തെ പത്ത് അതിനുള്ളതാണ്. അല്ലാഹുവിനോട് പാപമോചനത്തെ തേടാനുള്ള പത്താണ്. അല്ലാഹുവിനോട് അവസാനത്തെ പത്ത് നരകമോചനം തേടാനുള്ള പത്താണ്. അവസാനത്തെ പത്ത് സ്വർഗം ചോദിക്കാനുള്ള പത്താണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇന്നത്തെ രാത്രിയിൽ ഇൻഷാ അല്ലാഹ് മദനിയത്തിന്റെ പവിത്രമായ 21-ാം രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പരിപാടി 9:30 മണി മുതൽ 12:30 മണി വരെ നമ്മുടെ മദനിയത്തിൽ നടക്കുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബ ചെയ്യാനുണ്ട്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അവസാനത്തെ പത്തെത്തിയാൽ ആരംഭപ്പൂവായ തങ്ങളെ തന്റെ കുടുംബത്തെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നുവത്രേ. ഓ ഹബീബായ തങ്ങള് അവിടുത്തെ ഭാര്യമാരെ ചെന്ന് വിളിക്കുകയാണ്, മക്കളെ ചെന്ന് വിളിക്കുകയാണ്. മക്കളെ ഫാത്തിമ മറ്റു ഭാര്യമാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. റമളാനിന്റെ അവസാന പത്താണ്. ഈ പത്തിൽ കൂടുതൽ ഉറങ്ങേണ്ട പത്തല്ല, അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കേണ്ട പത്താണ് എന്ന് പറഞ്ഞ് സ്വന്തം കുടുംബത്തെ ഹബീബായ തങ്ങളെ വിളിച്ച് ഉണർത്തുമായിരുന്നുവത്രേ. ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓ മദനിയ കുടുംബങ്ങളെ, നമുക്കും ഈ രാത്രിയിൽ അങ്ങനെയൊന്ന് ഒരുങ്ങിയാലോ. മഹാന്മാര് ചെയ്തതുപോലെ രാത്രി മുഴുവനും ഉറക്കൊഴിയാൻ നമുക്ക് കഴിയില്ലെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു തസ്ബീഹ് നിസ്കാരമെങ്കിലും ഇന്നത്തെ രാത്രിയിൽ ഒന്ന് നിസ്കരിച്ചു കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് തറാവീഹ് നിസ്കാരം ഏതായാലും നിങ്ങൾ നിസ്കരിക്കുകയാണ്. അതിന്റെ കൂടെ ഒരു തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചു കിട്ടിയാൽ വലിയ ഇബാദത്തല്ലേ. സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അത്രേ, ഈ ദുനിയാവും അതേ ഈ പ്രപഞ്ചവും അതിലുള്ള എല്ലാ സർവ വസ്തുക്കളെക്കാളും ഖൈറായ ഒരു അമല് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ സ്വഹാബാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ പഠിപ്പിച്ചു തന്നാലും നബിയേ.
അള്ളാന്റെ റസൂല് പറഞ്ഞു, അത് ആ അമല് നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യണേ. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ നിർവഹിക്കണേ. അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ നിർവഹിക്കണേ. അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അതേ ആ നിസ്കാരം നിർവഹിക്കണേ. അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ അമല് നിങ്ങൾ ചെയ്യണേ. വലിയ പുണ്യമായ അമലാണ് തസ്ബീഹ് നിസ്കാരങ്ങള്. അല്ലാഹ് അത് ചൊല്ലത് നിസ്കരിച്ചു തീരുമ്പോ എത്ര വലിയ പ്രതിഫലമാണ് ഈ പ്രപഞ്ചവും അതിലുള്ള മുഴുവൻ വസ്തുക്കളോ. എന്താ പ്രപഞ്ചത്തിലുള്ളത്? ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ശുക്രൻ, അല്ലെ? പിന്നെ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്, അല്ലേ? മൊത്തത്തിൽ ആഴ്ചന്റെ പേരങ്ങോട്ട് പറഞ്ഞാല് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ശുക്രനും അതുപോലെ തന്നെ വ്യാഴവും പ്ലൂട്ടോയും അങ്ങനെ തുടങ്ങി പ്രപഞ്ചത്തിലെ ഒരുപാട് വലിയ അത്ഭുതങ്ങളുണ്ട്. ചൊവ്വയും അങ്ങനെ തുടങ്ങി പലതും. ആ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അതിനേക്കാളേറെ ഉത്തമമായത്. അപ്പൊ അതിന്റെ പ്രതിഫലങ്ങളെല്ലാം പാടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം മറ്റൊരു ഭാഗത്ത് വെച്ചാൽ ഏറ്റവും തിളങ്ങി നിൽക്കുക ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. അത് ഇന്നത്തെ 21-ാം രാവിൽ നമ്മൾ നിസ്കരിച്ചു. ഇന്നത്തെ രാവിലാണ് ഒരു പക്ഷേ ലൈലത്തുൽ ഖദർ എന്ന് കരുതുക. അല്ലാഹു അഅലം. അത് 21-ാം രാവിലാവാം, 23-ാം രാവിലാവാം, 25-ാം രാവിലാവാം, 27-ാം രാവിലാവാം, 29-ാം രാവിലാവാം. ഇനി അതല്ലെങ്കിൽ റമളാനിന്റെ 30 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലും ആവാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് അത് എന്നാണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലും ഹബീബായ തങ്ങളിൽ നിന്ന് അല്ലാഹു അത് മറപ്പിച്ചു കളഞ്ഞു. അത് എന്നാണ് എന്നും ആരംഭപ്പൂവായ തങ്ങള് വ്യക്തമാക്കിയില്ല. ഒറ്റയിട്ട രാത്രികളിൽ കൂടുതൽ അതിനെ പ്രതീക്ഷിക്കണമെന്ന് അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ആ ഒറ്റയിട്ട രാവുകളിൽ വളരെ പവിത്രമായ 21-ാം രാവാണ്, തിങ്കളാഴ്ച രാവാണ്. നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാനുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്കുണ്ടാക്കണം. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയും പരമാവധി ആളുകളിലേക്ക് അതിന്റെ സന്ദേശങ്ങൾ കൈമാറുകയും അവരോടെല്ലാം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുകയും ചെയ്യണം. ഇൻഷാ